Next is the second factor. Air gap length overload capacity ആയിട്ട് എന്താണ് ബന്ധം? Second point is regarding overload capacity. The overload capacity is the ratio of the maximum output to rated output. പറഞ്ഞു ഞാൻ നേരത്തെ സർക്കിൾ ഡയഗ്രം, അതിനകത്ത് മാക്സിമം ഔട്ട്പുട്ട് കൂടുതലാണ്, റേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കുറവാണ്. നമ്മൾ ഫുൾ ലോഡ് പോയിൻ്റ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ സാധാരണയിൽ 2 ആണ്. അതായത് മാക്സിമം ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ റേറ്റഡ് ഔട്ട്പുട്ട് 2 ആണ്. The overload capacity is the ratio of maximum output to rated output. The maximum output of an induction motor depends on the diameter of the circle diagram. ഇപ്പോൾ സർക്കിൾ വലുതാണെങ്കിൽ, അതിൻ്റെ ഡയമീറ്റർ വലുതാണെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് കൂടുതൽ. ഈ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഡയഗ്രം ഈസ് V/X. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഡയമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ V/X. വേർ X ഇസ് ദ ലീക്കേജ് റിയാക്റ്റൻസ് ഓഫ് ദ മെഷീൻ. വേർ X is the leakage reactance referred to stator. X2 dash പ്രൈമറിയെ റെഫർ ചെയ്തുകൊണ്ടുള്ള, പ്രൈമറി കൊണ്ടുവരുമ്പോഴുള്ള റിയാക്റ്റൻസ്, അതാണ് V/X. X01 എന്നൊക്കെ നമ്മൾ പറയും. ദ സ്മോളർ ദ ലീക്കേജ് റിയാക്റ്റൻസ് കുറവാണെങ്കിൽ ഈ ഡയമീറ്റർ കൂടുതലായിരിക്കും. സ്മോളർ ദ ലീക്കേജ് റിയാക്റ്റൻസ് ഗ്രേറ്റർ വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഡയഗ്രം. അപ്പോൾ സർക്കിൾ ഡയഗ്രത്തിൻ്റെ ഡയമീറ്റർ കൂടും, അപ്പം ഓവർലോഡ് കപ്പാസിറ്റി കൂടും. If the length of air gap is more, the zigzag leakage flux is reduced, which forms a considerable portion of the leakage flux. അപ്പം ചുരുക്കത്തിൽ എയർ ഗ്യാപ്പ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ലീക്കേജ് റിയാക്റ്റൻസ് കുറയുമെന്ന് മനസ്സിലാക്കുക. Thus, if the stator and rotor surfaces are separated by a greater distance, എന്ന് പറഞ്ഞാൽ കൂടുതൽ എയർ ഗ്യാപ്പ് ലെങ്ത് ഉണ്ടെങ്കിൽ the leakage reactance will be reduced, which increases the diameter of the circle diagram and hence the overload capacity. ആദ്യം പറഞ്ഞ പോയിൻറ്റിന് വിരുദ്ധമാണ് ഈ രണ്ടാമത്തെ പോയിൻ്റ്. ഡയമീറ്റർ കൂടുന്നത് നല്ലതാണെന്ന്, എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുന്നത് നല്ലതാണെന്ന് പറഞ്ഞിരിക്കുക, എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? പൾസേഷൻ ലോസ്. വെൻ ദ എയർ ഗ്യാപ്പ് ലെങ്ത് ഈസ് മോർ, ദ വേരിയേഷൻ ഇൻ ഫ്ലക്സ് ഡ്യൂ ടു സ്ലോട്ടിംഗ് ഈസ് ലെസ്. അപ്പം എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലക്സിലുള്ള ഈ സ്ലോട്ടിങ് മൂലമുള്ള ഫ്ലക്സിലെ വ്യത്യാസം അത് കുറവായിരിക്കും. ദ ടൂത്ത് പൾസേഷൻ ലോസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ഫ്ലക്സ് ബിക്കോസ് ഓഫ് സ്ലോട്ടിങ് ഈസ് റെഡ്യൂസ്ഡ്. ദെയർഫോർ ദ പൾസേഷൻ ലോസ് ഈസ് ലെസ് വിത്ത് ഗ്രേറ്റർ എയർ ഗ്യാപ്പ് ലെങ്ത്. എയർ ഗ്യാപ്പ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഈ സ്ലോട്ട്സ് ഉണ്ടല്ലോ, സ്ലോട്ട്സ് മൂലം അനുഭവപ്പെടുന്ന ഫ്ലക്സിന് അനുഭവപ്പെടുന്ന വേരിയേഷൻ അത് കുറവായിരിക്കും എയർ ഗ്യാപ്പ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഫ്ലക്സിൽ വേരിയേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ പൾസേഷൻ ലോസ് എന്ന് പറഞ്ഞ ലോസ് ഉണ്ട്, ആ ലോസ് കുറയും. ഇനി നാലാമത്തെ പോയിൻ്റ്, അൺബാലൻസ്ഡ് മാഗ്നറ്റിക് പുൾ. അൺബാലൻസ്ഡ് മാഗ്നറ്റിക് പുൾ എന്ന് പറഞ്ഞാൽ ഈ എയർ ഗ്യാപ്പ് ലെങ്ത് യൂണിഫോമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എയർ ഗ്യാപ്പ് ലെങ്ത് കുറവുള്ളിടത്ത് കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാണും, ചിലയിടത്ത് കുറവും കാണും. അപ്പോൾ എറൗണ്ട് ദി സർക്കംഫറൻസ് ഓഫ് ദ മെഷീൻ, എറൗണ്ട് ദി ഇന്നർ പെരിഫറി ഓഫ് ദ മെഷീൻ എല്ലായിടത്തും ഒരേ മാഗ്നറ്റിക് പുള്ളാണ് വേണ്ടുന്നത്. അപ്പോൾ കുറവുള്ളിടത്ത് കൂടുതലും പിന്നെ ചിലയിടത്ത് കുറവുമാകാൻ പാടില്ല. ഇഫ് ദ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഈസ് സ്മോൾ, ഈവൻ എ സ്മോൾ ഡിഫ്ലക്ഷൻ ഓർ എക്സെൻട്രിസിറ്റി ഓഫ് ദി ഷാഫ്റ്റ് വുഡ് പ്രൊഡ്യൂസ് എ ലാർജ് റെഗുലാരിറ്റി ഇൻ ദി എയർ ഗ്യാപ്പ് ലെങ്ത് which leads to large unbalanced magnetic pull. എയർ ഗ്യാപ്പ് ലെങ്ത് കുറവായി കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ വീണ്ടും we aim to have a uniform air gap length. യൂണിഫോമായിട്ട് എയർ ഗ്യാപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലുള്ള എയർ ഗ്യാപ്പ് ലെങ്ത്. അതിന് പകരം ചിലയിടത്ത് കുറവാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരം ഒരിടത്ത് ഒരു ചെറിയ ഈ ഷാഫ്റ്റ് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ താഴത്തെ എയർ ഗ്യാപ്പ് ലെങ്ത് അങ്ങ് കുറയും. താഴത്ത് കുറയുമ്പോൾ ഇതിഞ്ഞ് താഴോട്ട് വരും. ഇതിഞ്ഞ് താഴോട്ട് പതുങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം മൊത്തത്തിൽ മില്ലിമീറ്ററേ ഉള്ളൂ. സോ ഒരു അല്പം 0.1 മില്ലിമീറ്റർ ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാണും തമ്മിൽ. അങ്ങനെ ആ ബാക്കിയുള്ളിടത്ത് കുറയും. അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് കറങ്ങുമ്പോഴാണെങ്കിൽ കൂടുതൽ ബെൻഡ് ചെയ്താണെങ്കിൽ എവിടെയാണോ അത് കൂടുതലുള്ളത് അവിടെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ
അപ്പോൾ അതാണ് അൺബാലൻസ്ഡ് മാഗ്നറ്റിക് പുള്ള് മൂലമുള്ള കുഴപ്പം. ഇഫ് ദ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഈസ് സ്മോൾ, ഈവൻ എ സ്മോൾ ഡിഫ്ലക്ഷൻ ഓർ എക്സെൻട്രിസിറ്റി ഓഫ് ദ ഷാഫ്റ്റ് would produce a large irregularity in the air gap length, which leads to large unbalanced magnetic pull. Consequently, the shaft may bend where it is already bent, and the machine may refuse to start eventually. അങ്ങനെയാകുമ്പോൾ മെഷീൻ പിന്നെ അത് കൂടി ഒന്ന് അൺബാലൻസ്ഡ് മാഗ്നറ്റിക് പുള്ള് വളരെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ മെഷീൻ ആത്യന്തികമായിട്ട് സ്റ്റാർട്ട് ചെയ്യാതെയാകാം. ഇഫ് ദി air gap length is relatively more, a small eccentricity in the shaft will not produce appreciable unbalanced magnetic pull. മറിച്ച് എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരു MM പകരം എയർ ഗ്യാപ്പ് ലെങ്ത് 1/2 സെൻറ്റിമീറ്റർ ആണ്, 1/2 സെൻറ്റിമീറ്റർ 5 mm ആണെങ്കിലോ, ഒരു MM പകരം 5 mm ആണ് എയർ ഗ്യാപ്പ് ലെങ്തെങ്കിൽ ഈ എക്സെൻട്രിസിറ്റി ഒരിടത്തൊരു 0.1 mm ഒന്ന് മാറിയെന്ന് വിചാരിച്ച് കൂടുതൽ എയർ ഗ്യാപ്പ് ലെങ്ത് കുറവാണ്, ഒരിടത്ത് 5 mm വരെ 4.5 mm ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തുകയില്ല. അത് നേരെ മറിച്ച് വളരെ ചെറിയ 1 mm ഒക്കെ ആണെങ്കിൽ, 0.5 mm 1 mm ഒക്കെ ആണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു മെക്കാനിക്കൽ ചലഞ്ചാണ്. കൂളിംഗ്. ഇഫ് ദ എയർ ഗ്യാപ്പ് ലെങ്ത് ഇസ് മോർ, ദി സിലിണ്ടറിക്കൽ സർഫസസ് ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ആർ സെപ്പറേറ്റഡ് ബൈ എ ലാർജ് ഡിസ്റ്റൻസ്. എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുതലാണെങ്കിൽ the cylindrical surface of stator and rotor are separated by a large distance. കൂടുതൽ ഡിസ്റ്റൻസിൽ അത് സെപ്പറേറ്റഡ് ആയിരിക്കും. This would afford better facilities for cooling, especially when a fan is fitted for the circulation of air. അപ്പോൾ കൂളിങ് നന്നായിരിക്കും. എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂളിങ് നന്നായിരിക്കും. കാരണം ഒരു സൈഡിൽ ഫാൻ കൊടുക്കും, ഫാൻ കൊടുത്ത് നമ്മൾ അപ്പോൾ എയർ ഒരു സൈഡിൽ കൂടെ വലിച്ച് മറ്റേ സൈഡിൽ കൂടെ തള്ളിക്കളയായിരിക്കും. ചിലയിടത്താണെങ്കിൽ 2 സൈഡിലും ഇടതുവശത്തും വലതുവശത്തും ഫാൻ കൊടുക്കും. ഇടതുവശത്തെ ഫാനാണെങ്കിൽ ഉള്ളിലേക്ക് എയർ വലിക്കും, മറ്റേ സൈഡിലെ ഫാനാണെങ്കിൽ ഈ അകത്തുള്ള എയർ ആണെങ്കിൽ വലിച്ച് പുറത്തോട്ട് കളയും. വെൻറ്റിലേഷൻ സിസ്റ്റംസ് നിങ്ങൾ പഠിപ്പിച്ചല്ലോ. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എയർ ഈ എയർ ഗ്യാപ്പിൽ കൂടെ പോകാൻ, അല്ലെങ്കിൽ തന്നെയും എയർ ഗ്യാപ്പ് ലെങ്ത് ഇത് കിടന്ന് കറങ്ങുകയാണ്. എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുതലാണെങ്കിൽ നല്ല കൂളിങ് കിട്ടും, കുറവാണെങ്കിലോ കൂളിങ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. മെഷീൻ നന്നായിട്ട് കൂളാകും എയർ ഗ്യാപ്പ് ലെങ്ത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ. നോയ്സ്. 6ാമത്തെ, വിത്ത് സ്മോൾ എയർ ഗ്യാപ്പ് ലെങ്ത് നോയ്സ് വിൽ ബി മോർ. ചെറിയ എയർ ഗ്യാപ്പ് ലെങ്ത് ആണെങ്കിൽ കൂടുതൽ നോയ്സ് കാണും, മെഷീൻ കറങ്ങുമ്പോഴുള്ള നോയ്സ്. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും. ദസ് ഇഫ് ദി എയർ ഗ്യാപ്പ് ലെങ്ത് ഈസ് റിലേറ്റീവ്ലി മോർ, if the air gap length is relatively more, lesser will be the noise. എയർ ഗ്യാപ്പ് ലെങ്ത് താരതമ്യേന കൂടുതലാണെങ്കിൽ നോയ്സ് താരതമ്യേന കുറവായിരിക്കും.